ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി ചോറ് ബാക്കി വന്നാൽ ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്കൊരു അടിപൊളി പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ചോറിനെ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്ത് വരിക. പിന്നീട് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്ത് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ചൂടുവെള്ളം ഒഴിക്കുന്നത് റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ആയേക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുത്തരി ചോറാണ്, വെള്ളച്ചോറാണെങ്കിലും മതി. അപ്പോൾ ഇത് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം തക്കാളി വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉഴുന്നുപരിപ്പും കൂടെ ഒന്ന് പൊട്ടി വരുമ്പം ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് പിന്നീട് അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അല്പം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കറിവേപ്പില മല്ലിയില ഇതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കുക. തക്കാളി ചേർക്കണമെങ്കിൽ തക്കാളിയും കൂടി ചേർക്കുക കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെ കൂട്ടിലേക്ക് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഒരു 10-20 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 10 മിനിറ്റ് മാത്രം വെച്ചാലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ ചമ്മന്തിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളെ മാവ് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പച്ചമ്പിലേക്ക് തട്ടെടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ നിറച്ച് ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ലെവൽ കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തലേന്ന് അരി പുതിർക്കോ അരക്കോ ഒന്നും ചെയ്യണ്ട, നമ്മളെ ചോറ് ബാക്കി വന്നതിനെ കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ അളവ് കൃത്യമായിരിക്കണം. കാരണം നമ്മൾ 1 കപ്പ് ചോറാണെങ്കിൽ അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് റവയാണ് അതിൻ്റെ കണക്ക്. ഇനി അതിൽ കൂടുതൽ ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റവയും കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ കാണാം.